നമസ്കാരം, എല്ലാവർക്കും തത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തഹസീൽദാരുടെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഡോക്ട്രിൻ ഓഫ് എമിനന്റ് ഡൊമൈൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും എന്താണ് എന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് പോവുക. ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കണ്ടന്റ് കുറച്ച് അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് ഞാൻ നിങ്ങളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സിലബസ് ആണ്. അതുപോലെ തന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കി ജനറൽ ടോപ്പിക്സ് 80 മാർക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തോണം, എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് എമിനന്റ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഭവം തന്നെ എടുത്താൽ മതി. കേരളിൻ്റെ പദ്ധതി, അതാണ് ശരിക്കും എമിനന്റ് ഡൊമൈനിൻ്റെ മീനിങ്. എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എമിനന്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കിയല്ലോ. ദ പ്രൈമറി ഓണർ ഓഫ് ദ ലാൻഡ് ഈസ് ദ കിങ്. അതായത് പണ്ട് കാലത്ത് രാജാവായിരുന്നു ഒരു ലാൻഡിൻ്റെ പ്രൈമറി ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ സെൻസിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ആരായിട്ട് മാറി? ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് ആയി അതിൻ്റെ പവർ. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണെങ്കിൽ പോലും പ്രൈമറി ഓണർ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഒരു ഗവൺമെൻറ് തന്നെയായിരിക്കും. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ ഗവൺമെൻറ് രാജാധികാരമാണെങ്കിൽ രാജാവിൻ്റെ ആയിരിക്കും ആ പ്രൈമറി ലാൻഡിൻ്റെ പ്രൈമറി ഓണർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. As such, the right of ownership will always remain with the king or an elected government, notwithstanding the fact that the land is transferred to individual citizens for agricultural or other purpose by the king or the government as the case may be. അപ്പം ചില സമയങ്ങളിൽ പണ്ട് കാലത്ത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പല സ്ഥലങ്ങളും പൗരന്മാർക്ക് രാജാവോ അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെൻറ് കൈമാറിയിരിക്കുന്നത്. The institution of private property has been the controversial topic with the conflicting view, one completely denying the right to own property and the other supporting the holding of the private property. അപ്പം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ് അല്ലേ. നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മുടെ വീട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി, ഇതെല്ലാം എന്താണ്? ഗവൺമെൻറ്റിന് ഒരു ആവശ്യം വന്നാൽ ഗവൺമെൻറ് നമുക്ക് ന്യായമായിട്ടുള്ള ഒരു വില തന്നിട്ട് എടുക്കാൻ അവർ ബാധ്യസ്ഥ മീൻസ് നമ്മൾ വിട്ടുകൊടുക്കാൻ ബാധ്യസ്ഥനാണ് അല്ലേ. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് എമിനന്റ് ഡൊമൈൻ ഇൻ ഇറ്റ്സ് ജനറൽ കൊണോട്ടേഷൻ മീൻസ് ദ സുപ്രീം പവർ ഓഫ് ദ കിങ് ഓർ ദ ഗവൺമെൻറ് അണ്ടർ വിച്ച് പ്രോപ്പർട്ടി ഓഫ് എനി പേഴ്സൺസ് ക്യാൻ ബി ടേക്കൺ ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്. അതായത് ജനറൽ പബ്ലിക്കിന് ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് നല്ലത് വരുത്തുന്ന രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരുടെ വേണമെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. However, over the years, such taking over the property by the king or the government has been made possible only after compensating the landowners for such property. നമുക്ക് ന്യായമായിട്ടുള്ളൊരു വില തന്നിട്ടായിരിക്കും അവരെടുക്കുന്നത് അല്ലേ. Thus, the eminent domain explains as the power of the king or the government to take over the property of a private person when it is needed for the public purpose. Doctrine of eminent domain is based on two maxims, namely. അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേക്കുക. എന്താണ് ഇതെന്ന് മനസ്സിലായല്ലോ. കേരളയിലെ തന്നെ ആലോചിക്കുക. ഡോക്ട്രിൻ ഓഫ് എമിനന്റ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ കേരളയിലെ തന്നെ ആലോചിക്കുക. നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് നല്ലതെന്ന് തോന്നുന്ന സ്ഥലത്ത് അവർ അറ്റാച്ച് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നു, ന്യായമായ ഒരു വില തരുന്നു. ഇത്രയുള്ള അർത്ഥം. ഇനി ഇത് എന്തിൻ്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന് സാലൂസ് പോപ്പുലേറ്റ് സുപ്രീം ലെക്സ് എസ്റ്റോ, അങ്ങനെയാണ് അത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ദാറ്റ് ദ മീനിങ് ഈസ് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഈസ് എ പാരാമൗണ്ട്. അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ വെൽഫെയർ അല്ലേ, സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയർ ആണ് ഇതിൻ്റെ മെയിൻ ഒരു ബേസ് എന്ന് പറയുന്നത്. രണ്ടെന്താണ്? നെസസിറ്റ പബ്ലിക് മേജർ എസ്റ്റ് ഖ്വാൻ, ഇങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് നെസസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈവറ്റ് നെസസിറ്റി. ഒരാളുടെ പ്രൈവറ്റ് ആവശ്യങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കണം? പബ്ലിക്കിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കണം. പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് അപ്പുറത്തോട്ട് പബ്ലിക്കിൻ്റെ ആവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഈ രണ്ട് പ്രിൻസിപ്പിൾസിലാണ് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് എമിനന്റ് ഡൊമൈൻ തന്നെ നിലനിൽക്കുന്നത്. ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം പരീക്ഷയ്ക്ക്. അതായത് ഒന്ന്, വെൽഫെയർ ഓഫ് പീപ്പിൾ ഈസ് ദ പാരാമൗണ്ട് ലോ. രണ്ട്, പബ്ലിക് നെസസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈവറ്റ് നെസസിറ്റി. ഈ രണ്ട് പ്രിൻസിപ്പിളിൻ്റെ പേരിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രം ഓർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എമിനന്റ് ഡൊമൈനും തമ്മിലുള്ള ബന്ധം, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദ എക്സ്പ്രഷൻ എമിനന്റ് ഡൊമൈൻ മീൻസ് പെർമനന്റ് അല്ലെങ്കിൽ എമിനന്റ് ഡൊമിനിയൻ ഡൊമൈൻ, പെർമനന്റ് ഡൊമൈൻ ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ പ്രോപ്പർട്ടി എന്നാണ് ശരിക്കും അർത്ഥം.
The power of the state to take private property for public use and consent right of the owner to compensate now emerge from the Constitution of India. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. എന്ത്? അതായത് ഗവൺമെൻറ്റിന് നല്ലതെന്ന് തോന്നുന്ന ഒരു പദ്ധതി, അത് ആൾക്കാരുടെ നല്ലതെന്ന് തോന്നുന്ന ഒരു പദ്ധതി നടപ്പാക്കാനായിട്ട് ആരുടെ വേണമെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തെടുക്കാം. എന്ത് കൊടുത്തിട്ട്? കോമ്പൻസേഷൻ കൊടുത്തോണ്ട്. The Constitution of India also recognizes the power of eminent domain. However, this power of the state has been limited for more the mischief that is allegedly imputed to bring about. Soon after independence, the Supreme Court was charged with judging the constitutionality of certain laws which are intended to abolish the feudal zamindari അല്ലെങ്കിൽ land owning system. അപ്പം നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അപ്പോൾ അതെല്ലാം പൊളിച്ചെടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ഇൻ എൻട്രി ഓഫ് 42nd ലിസ്റ്റ് 3rd of the 7th ഷെഡ്യൂൾ അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 42ാമത്തെ ലിസ്റ്റ് 3rd of the Indian 7th ഷെഡ്യൂൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിൽ 42ാമത്തെ ലിസ്റ്റ് കയറ്റി both the union and state government are empowered to enact laws relating to acquisition of property. 6. The use of eminent domain power for land acquisition was also justified when the public purpose in question can be served by only a specific piece of land which has no substitute acquisition or taking possession of private property, which is implied in clause 2 of article 31 of the Indian Constitution. ആർട്ടിക്കിൾ 31 ക്ലോസ് 2 മാറ്റം വരുത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ അറ്റാച്ച് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 31 ക്ലോസ് 2. The other condition is that no property can be taken unless the law authorizes such appropriation contain a provision for the payment of compensation in manner as laid down in the clause. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമ്പൻസേഷൻ കൃത്യമായിട്ടുള്ളൊരു വില കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. 31A ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ആർട്ടിക്കിൾ 31 ക്ലോസ് 2 കൃത്യമായിട്ട് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇൻ എൻട്രി ഓഫ് 42nd ലിസ്റ്റ് 3rd of ഷെഡ്യൂൾ 7th ഷെഡ്യൂൾ അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ കൂടെ തന്നെ ലിമിറ്റ് ഓഫ് ഡോക്ട്രിൻ, അത് ഞാൻ വെറുതെ എടുത്തിട്ടെന്നേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റ്സ് എന്നാണ്. അപ്പം ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഇപ്പം നടക്കുന്ന കേരളയിൽ തന്നെ ഓണറിൻ്റെ കൺസെൻറ്റ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദ പവർ ഓഫ് സോവറിൻ ടു ടേക്ക് പ്രോപ്പർട്ടി ഫോർ ദ പബ്ലിക് യൂസ് വിതൗട്ട് ദ ഓണർ കൺസെൻറ്റ്, അങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. മീനിങ് ഈസ് ദാറ്റ് ദ പവർ ഈസ് ഇൻ reducible term, that is power to take without the owner consent and for the public use. The reference to sovereign was a portent of one of the problem is that it is dogged the existence and use of the eminent domain power, that is the relationship between the state and the people. The power to take the unqualified nature of public use has made dispossessions and mass displacement of people. അപ്പം ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം ഓണറിൻ്റെ കൺസെൻറ്റ് വേണം, എന്തായാലും വേണം, അതിന് നിശ്ചിതമായിട്ടുള്ളൊരു വില കൊടുത്തേ പറ്റൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഇത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണത്. ആർട്ടിക്കിൾ 300A which merely say no person shall be deprived of his property save by authority of law. Hence the right in property can be curtailed. അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് സ്വത്തവകാശമായിരുന്നു. അത് പണ്ട് എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. ആ മൗലിക അവകാശത്തിൽ നിന്നും അതൊരു നിയമാനുസൃതമായിട്ടുള്ള അവകാശമാക്കി മാറ്റി 300A കൊണ്ടുവന്നതാണ്. അത് പ്രകാരം എന്താണ്? പ്രോപ്പർട്ടി വെച്ചുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് അവകാശമില്ല. അതെന്താണ്? ഒരു നിയമപരമായിട്ടുള്ള അവകാശമാണ്, ഒരിക്കലും അതൊരു മൗലിക അവകാശം അല്ല. അതെന്താണ് മീൻ ചെയ്യുന്നത്? നാളെ ഒരു സമയത്ത് ഈ പ്രോപ്പർട്ടി കൊണ്ടിട്ട് ഗവൺമെൻറ്റിന് നല്ലൊരു വെൽഫെയർ, പീപ്പിൾസിന് വേണ്ടിയിട്ട് വെൽഫെയർ അല്ലെങ്കിൽ നെസസറി ഫോർ ദ പബ്ലിക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ആ ഒരു മാറ്റത്തിൻ്റെ കാരണം തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇത്രയും കാര്യങ്ങളൂടെ it satisfy the following 3 tests, 3 ടെസ്റ്റുകളൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. The authority which has enacted the law must have the legislative competency to do so. It must not infringe upon any other fundamental right guaranteed by Part 3 of the Constitution. It must not violate any other portion of the Constitution. അപ്പോൾ പല കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം, അതായത് മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ലോ എന്താണ്? ലെജിസ്ലേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ലോ
ആയിരിക്കണം നടപ്പിലാക്കുന്നത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റൊരു കാര്യങ്ങളെയും വയലേറ്റ് ചെയ്യാതെ ആയിരിക്കണം ഈ ഒരു കാര്യം നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് മാത്രമേ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി പബ്ലിക്കായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും ഓർത്തില്ലെങ്കിലും ഇതിൻ്റെ മീനിങ് ഓർക്കുക, 300A കാര്യം ഓർക്കുക, 31 ക്ലോസ് 2 കാര്യം ഓർക്കുക, 42ാമത്തെ ലിസ്റ്റ് എൻട്രി ചെയ്തു എവിടെ 7th ഷെഡ്യൂളിലേക്കെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. മൗലികാവകാശത്തെ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി ഇത്രയും കാര്യങ്ങളോട് ഓർത്ത് വെച്ചേക്കുക. എന്താണ് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.